മാസപ്പടി കേസിൽ ഇപ്പോൾ കഥയാകെ തിരിയുകയാണ്. കാരണം കരിമണൽ കർത്ത കേന്ദ്ര ഏജൻസിയായി ഇഡിക്ക് മുമ്പിൽ കൊടുത്ത മൊഴിയാണ് ഇതിന്റെയൊക്കെ ക്ലൈമാക്സ് മാറ്റി എഴുതിയത്. കർത്ത പറഞ്ഞു, ഞങ്ങൾ വീണയുടെ കമ്പനിക്ക് കോടികൾ കൊടുത്തത് ഏതെങ്കിലും IT സേവനത്തിന് വേണ്ടിയല്ല, പകരം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിനും അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ലഭിക്കുന്ന വഴിവിട്ട സഹായങ്ങൾക്കും വേണ്ടിയാണെന്ന്. ചിന്തിച്ചു നോക്കൂ. അതായത് ഭരണത്തിൽ ഇരുന്നപ്പോൾ നടത്തിയ മാസപ്പടി കൊള്ളയുടെ അക്കൗണ്ടുകൾ ഓരോന്നായി പൊങ്ങി തുടങ്ങുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായി ശക്തനായ പിണറായി വിജയനെ തേടി ഇഡിയുടെ സമൻസ് ഏത് നിമിഷവും എത്തിയേക്കാം. ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. തനിക്കൊന്നും അറിയില്ലെന്നും കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയണമെങ്കിൽ ജീവനക്കാരോട് ചോദിക്കണമെന്നും വീണ വിജയൻ കൈമലർത്തിയപ്പോ ആ ചോദ്യങ്ങളുടെ യഥാർത്ഥ മുന ചെല്ലുന്നത് പ്രതിപക്ഷ നേതാവിലേക്ക് തന്നെയാണ്. വീണ വിജയൻ ഈ കേസിൽ മാപ്പുസാക്ഷിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അധികാരത്തിൽ ഇരുന്നപ്പോൾ ഭരണപക്ഷ ചാനലുകളിലും ചർച്ചകളിലും LDF നേതാക്കൾ ആവർത്തിച്ച് കേൾപ്പിച്ച ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. ഇത് 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ കച്ചവടമാണെന്ന്, അതിൽ ഭരണകൂടത്തിനോ പാർട്ടിക്കോ എന്ത് കാര്യമെന്ന്. എന്നാൽ ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ ക്യാപ്സ്യൂളുകൾ കൊണ്ട് മുഖം രക്ഷിക്കാൻ സാധിക്കുമോ? SFIO തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലെ 92-ാം പേജിലും ED ശേഖരിച്ച തെളിവുകളിലും വ്യക്തമായി പറയുന്നത് എക്സാലോജിക് എന്ന കമ്പനി CMRLന് യാതൊരു തരത്തിലുമുള്ള സോഫ്റ്റ്വെയർ സേവനവും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. ഒരു കോഡിംഗ് പോലും ഇല്ല, ഒരു IT പ്രൊജക്ട് പോലും ഇല്ല. പകരം പണം കൃത്യമായി മാസം തോറും അക്കൗണ്ടിലേക്ക് എത്തും. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ആയിരുന്നില്ല, മറിച്ച് ഭരണത്തണലിൽ നടന്ന ഔദ്യോഗിക പ്രതിമാസ പിരിവായിരുന്നു എന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. മകൾ വൺ പേഴ്സണൽ കമ്പനി തുടങ്ങിയത് അതിലേക്ക് മാസം തോറും കോടികൾ വാങ്ങുമ്പോൾ അതിന് പകരമായി സംസ്ഥാനത്ത് തീരദേശങ്ങൾ കരിമണൽ കർത്തയ്ക്ക് നിയമവിരുദ്ധമായി പണയം വെച്ചു കൊടുക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പോലും ആവാത്ത സ്ഥിതിയിലാണ്. എങ്കിലും അതിന് അദ്ദേഹം ആവോളം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം കുടുംബത്തിലേക്ക് ഒഴുകിയെത്തിയ ഈ കരിമണൽ പണത്തിന്റെ കണക്കുകൾ പിണറായി വിജയനെ വീണ്ടും വേട്ടയാടുകയാണ്. ഇനി നമുക്ക് ഈ കേസിലെ നിർണായകമായ കണക്കുകളിലേക്ക് നോക്കാം. സംഖ്യകൾ എന്തായാലും കളവ് പറയില്ലല്ലോ. 2.72 കോടി രൂപ യാതൊരു സേവനവും നൽകാതെ CMRL എക്സാലോജിക്കിന് കൈമാറിയ തുകയാണ്. 50 ലക്ഷം രൂപ തിരിച്ചടവ് വ്യവസ്ഥയോ പലിശയോ ഇല്ലാതെ കർത്തയുടെ കമ്പനി വീണ വിജയന് നൽകിയ അൺസെക്യൂർഡ് ലോൺ. സാധാരണക്കാരന് ബാങ്കിൽ ഒരു ചെറുകിട വായ്പ പോലും കിട്ടാൻ പാടുപെടുമ്പോ ഭരണാധികാരിയുടെ മകൾക്ക് ലഭിച്ച പ്രീമിയം ഓഫർ. പിന്നെ 130 കോടി രൂപ CMRL വിവിധ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കും മാസപ്പടിയായി കൊടുത്ത തുകയെന്ന് IT സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ്. 1500 കോടിയുടെ കൊള്ള. അതായത് പരിസ്ഥിതി നാശവും തീരദേശ ശോഷണവും വകവെക്കാതെ കരിമണൽ കർത്ത നൽകിയത് കോടികളുടെ നിയമവിരുദ്ധ ഖനനമാണ്. 2019 മുതൽ 23 വരെയുള്ള കാലയളവിൽ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനം നടത്തുന്നത് നിരോധിച്ച് കേന്ദ്ര സർക്കാർ സർക്കുലറുകൾ അയച്ചിട്ടും അന്നത്തെ സംസ്ഥാന സർക്കാർ തോട്ടപ്പള്ളിയിലും മറ്റും ഖനനം തുടരാൻ അനുമതി നൽകുകയായിരുന്നു. ഭരണാധികാരി എന്ന നിലയിൽ പിണറായി വിജയൻ എടുത്ത തീരുമാനങ്ങളുടെ പ്രത്യുപകാരമാണ് മകളുടെ കമ്പനിയിലേക്ക് എത്തിയ തുക എന്നതാണ് ED അന്വേഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ വലിയൊരു വിരോധാഭാസമാണിത്. ഒരു വശത്ത് മുതലാളിത്തത്തെയും കോർപ്പറേറ്റുകളെയും തെരുവിൽ ശവമഞ്ചം ചുമത്തി എതിർക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട അണികൾ, മറുവശത്താകട്ടെ അധികാരത്തിന്റെ തണലിൽ ഇതേ കോർപ്പറേറ്റുകളിൽ നിന്നും കുടുംബസമേതം മാസപ്പടി വാങ്ങുന്ന നേതാക്കൾ. LDF ഭരണകാലത്ത് കേരളത്തിലെ കർഷകരും KSRTC ജീവനക്കാരും ശമ്പളത്തിനും പെൻഷനും വേണ്ടി കൈനീട്ടുമ്പോൾ അങ്ങ് തിരുവനന്തപുരത്ത് മാസപ്പടി അക്കൗണ്ടുകൾ സുഗമമായി പ്രവർത്തിക്കുകയായിരുന്നു. പാർട്ടി നേതാക്കൾ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ന്യായീകരിച്ചു, ഇത് നിയമപരമായ ബിസിനസ് ആണ്. ശരിയാണ്, ലോക ചരിത്രത്തിൽ സേവനം നൽകാതെ മാസപ്പടി വാങ്ങി സ്ഥാപനം നടത്തുന്ന ഇത്തരം ഒരു വിപ്ലവ ബിസിനസ് മോഡൽ വേറെ എവിടെ കാണാൻ സാധിക്കും? ഇപ്പം ഭരണമൊക്കെ നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തെത്തി നിൽക്കുമ്പോഴും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പഴയതുപോലെ തന്നെ കടക്ക് പുറത്തെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്ത് ചെയ്യാൻ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ കേസിലെ പുതിയ വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണം വേഗത്തിൽ എന്തായാലും ആയിരിക്കുകയാണ്. എക്സാലോജിക് നേരിട്ട പ്രതിസന്ധികളെ തുടർന്ന് കമ്പനി പൂട്ടാൻ നീക്കം നടത്തുകയും പണം മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എങ്കിലും ബാക്കിയുണ്ടായിരുന്ന തുക ED മരവിപ്പിച്ചു. കൂടാതെ ലോക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെയും
വീണ വിജയന്റെ വ്യക്തിഗത അക്കൗണ്ടുകളിലെയും തുകകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ പിണറായിയുടെ കുടുംബ വീടിനോട് ചേർന്ന് വീണയുടെ പേരിലുള്ള 80 സെന്റ് സ്ഥലം അതടക്കം കണ്ടുകെട്ടാനുള്ള നിയമപരമായ നടപടികളിലേക്ക് ഇഡി കടക്കുന്നു എന്ന വിവരമാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ വീണ വിജയൻ പറഞ്ഞ മറുപടിയാണ്, തനിക്ക് കമ്പനിയുടെ പണമിടപാടുകളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും ജീവനക്കാരുമായി ബന്ധപ്പെടണമെന്നുമാണ് വീണ പറഞ്ഞത്. വൺ പേഴ്സണൽ കമ്പനിയുടെ ഉടമസ്ഥയ്ക്ക് ഒന്നും അറിയില്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? വീണ വിജയൻ ഈ കേസിൽ മാപ്പുസാക്ഷിയാകാനുള്ള വഴി തുറക്കുകയാണോ എന്ന് നിയമവിദഗ്ധർ സംശയിക്കുന്നുണ്ട്. പണം വന്നതിന്റെ ഉറവിടം അച്ഛന്റെ രാഷ്ട്രീയ ഭരണ സ്വാധീനമാണെന്ന് തെളിഞ്ഞാൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയനിലേക്ക് നേരിട്ട് അന്വേഷണ ഏജൻസികളുടെ നോട്ടീസ് എത്തുമെന്നത് തീർച്ചയായും ശരിയാണ്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന വിദേശ സാമ്പത്തിക ഇടപാട് ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ തന്നെയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് വിദേശത്തുള്ള ബിസിനസ് ശൃംഖലകളെ കുറിച്ചുള്ള വിവരങ്ങളും ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ പിണറായി വിജയനും LDFും ചില ചോദ്യങ്ങൾക്ക് പൊതുസമൂഹത്തിന് മറുപടി പറഞ്ഞേ തീരൂ. അല്ലാതെ മിണ്ടാതെ എത്രനാൾ ഇരിക്കും? മകളുടെ കമ്പനിയിലെ പണത്തിന്റെ കണക്കുകൾ സുതാര്യമാണെങ്കിൽ അത് പരസ്യപ്പെടുത്താൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ കേന്ദ്ര വിലക്കൊക്കെ മറികടന്ന് കരിമണൽ കർത്തയ്ക്ക് അനധികൃത ഖനനത്തിന് വഴിയൊരുക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? പാവപ്പെട്ട അണികളെ വിപ്ലവം പഠിപ്പിക്കുമ്പോൾ നേതാക്കളുടെ കുടുംബം കോർപ്പറേറ്റ് പണം വാങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു? അധികാരത്തിൽ ഇരുന്നപ്പോൾ ഭരണസ്വാധീനം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം തന്നെ അധികാരം നഷ്ടപ്പെടുന്നതോടെ ഒന്നൊന്നായി പുറത്തു വരുന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ സ്വാഭാവിക നീതി തന്നെയാണ്. എന്തായാലും ഈ നീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.